ഹായ് ഗൈസ്, വിമല സ്കൊളാറിലാണ്. ഇന്നലെ രാജേഷ് മാധവൻ ഡയറക്റ്റ് ചെയ്ത പെണ്ണും പ്രാട്ടും എന്ന സിനിമ കണ്ടു. വളരെ ബോറടിച്ചു. എനിക്ക് ഒട്ടും വർക്കായില്ല. കൂടെ 4 പേര് കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 5 പേരാണ് പോയത്. വൈഫ്, പിന്നെ എൻ്റെ സുഹൃത്തിൻ്റെ വൈഫും, പിന്നെ അവരുടെ കസിനും. ഈ 5 പേർക്കും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനത്തെ ഒരു സിനിമയാണ് പെണ്ണും പ്രാട്ടും. വാലിബന് ശേഷം വളരെ ബോറടിച്ച ഫിലിം എന്ന് വേണമെങ്കിൽ പറയാം. ജല്ലിക്കെട്ട് കണ്ടിട്ടുണ്ട് നമ്മൾ, പിന്നെ ചുരുളി കണ്ടിട്ടുണ്ട്, അഞ്ചക്കള്ളക്കോക്കാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ, പിന്നെ ഈ അടുത്തിറങ്ങിയ അവിഹിതം, അതൊക്കെ എന്ത് മനോഹരമായ സിനിമകളാണ്. ഭയങ്കര രസത്തിലിങ്ങനെ കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമകളാണ്. ഏകദേശം അതൊക്കെ ആ പാറ്റേണിലൊക്കെ ഉള്ള സിനിമ, പക്ഷേ തീർത്തും നിരാശാജനകമായിരുന്നു. സാധാരണ നമ്മൾ ആസ്വദിക്കുന്ന സിനിമ ഒരു 10 മിനിറ്റിനുള്ളിൽ നമ്മൾ ആ തിയേറ്ററിൽ പോയിരുന്നിട്ട് 10 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ അതിനകത്തേക്ക് എൻ്ററാവും, അല്ലേ? സിനിമയിൽ എൻ്ററാവും. പക്ഷേ ഇത് എത്ര മണിക്കൂറുണ്ടോ അത്രയും മണിക്കൂർ നമ്മുടെ ചുറ്റും തിയേറ്ററിൽ നമ്മൾ വാച്ച് ചെയ്യും. അങ്ങനത്തെ ഒരു പടം. ഇത്രയും എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. രാജേഷ് മാധവന് അങ്ങനെയാണല്ലോ നമ്മൾ കരുതുന്നത്. അപ്പോൾ ആ എക്സ്പെക്റ്റേഷനൊക്കെ പോയി. എന്തെന്ന് വെച്ചാൽ ഒരു കഥ പറയുമ്പോൾ അതിനൊരു ഇമോഷണൽ ആർക്ക് ഉണ്ടാവുമല്ലോ. ഒരു നായകൻ അല്ലെങ്കിൽ നായിക, അവരുടെ ഒരു ഇമോഷണൽ ആർക്കാണല്ലോ നമ്മളെ അത് ആസ്വദിപ്പിക്കുന്നത്. ഇതങ്ങനെ ഉണ്ടായില്ല. നായകനും നായികയ്ക്കും ഉണ്ടാകുന്നൊരു ഇമോഷൻസ് അത് നമ്മളിലേക്ക് എത്തുന്നുണ്ടോ എന്നൊക്കെ സംശയമാണ്. അതായത് എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഒപ്പിച്ചു വയ്ക്കുമ്പോഴത്തേക്കും അപ്പുറത്തെ സൈഡിൽ എങ്ങനെയാണ് ആ ക്യാരക്ടർ എങ്ങനെ ഉൾക്കൊള്ളും, അങ്ങനെ ഒരു ക്യാരക്ടർ ഡെപ്ത് പോലും തരാതെയാണ് ഒരു സംഭവത്തിൽ ഇങ്ങനെ ഡയറക്റ്റിങ്ങിന് പറഞ്ഞു പോകുന്നു. അത്രയ്ക്ക് ഡെപ്ത് ഇല്ലാത്തതുകൊണ്ട് നമുക്കത് ഫീൽ ചെയ്യത്തില്ല. അതിനൊരു ഹുക്ക് ഉണ്ടാവില്ല, ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ല. അടുത്ത ഫ്രെയിമിൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ഇന്ന ആളുടെ സ്വഭാവം ഇതാണല്ലോ, അതുകൊണ്ട് ഇതിങ്ങനെ സംഭവിക്കുമല്ലോ എന്നുള്ളത് നമ്മുടെ മനസ്സിലൊരു കാൽക്കുലേഷൻസും കാര്യങ്ങളും, അല്ലെങ്കിൽ നമ്മളത് അനുമാനിക്കും. അങ്ങനെ ഒരു അനുമാനം തരാനായിട്ടുള്ള ഒരു പാകത്തിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ക്യാരക്ടർ, അല്ലെങ്കിൽ എന്തിനെ പറ്റിയാണോ നമ്മൾ സൂചിപ്പിക്കുന്നത് ആ ക്യാരക്ടറിൻ്റെ ഡെപ്തിൽ നമുക്ക് തന്നില്ലെങ്കിൽ അത് ഫ്ലോപ്പാകും. ജസ്റ്റ് ഇങ്ങനെ ഒരു ഡോക്യുമെൻ്ററി കാണുന്ന രീതിയിൽ ഇങ്ങനെ കണ്ടുപോകാമെന്ന് ഉള്ളതേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിലാണ് എനിക്കത് ഫീൽ ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കാര്യം അത് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഇതിൻ്റെ കമൻറ്റ് എങ്ങനെ വരുമെന്ന്. നിങ്ങളെങ്ങനെയാണത് കൺസീവ് ചെയ്തതെന്ന് ഒന്ന് അറിയാനായിരുന്നു. അപ്പോൾ പ്ലീസ് കമൻറ്റ്. താങ്ക് യു ഓൾ. ബൈ.